ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യേണ്ട കേട്ടോ. നമുക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടി മാലയിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളുണ്ട്. കുട്ടിയുടെ അച്ഛനും മാലയിട്ടിരിക്കുകയാണ്, അതിൻ്റേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്ലവറാണ് ഇത് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മളൊരു ടെംപ്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു കോമ്പസോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പെന്നും കൊണ്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ചത് അറിയാൻ പറ്റും. സോ ആ വരച്ചത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പസോ വേറെ എന്തെങ്കിലും കൊണ്ട് വരയ്ക്കാൻ വേണ്ടി പറയണത്. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് വേറെയാണ് ആക്ച്വലി. ഈ ഒരു ഫ്ലവറിൻ്റെ ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എടുത്ത് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇതൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഉള്ള 4 ഇതളുകളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് 3 വേണമെങ്കിൽ 3 ആക്കാം, 6 ആക്കാം, 5 നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ വലിപ്പത്തിന്, നിങ്ങളുടെ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ട്രൈ ചെയ്യണത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഇതളുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇതളിൻ്റെ ഷേപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ബാലൻസ് ഉള്ള 3 ചെയ്തെടുക്കുന്നുണ്ട്. 3 4 ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരച്ചതിന് ശേഷം നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നണം. അപ്പോൾ കണ്ടു, ഇതുപോലെ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഗമ്മ് ഇപ്പം അപ്ലൈ ചെയ്യുന്നില്ല, സൂചി നൂലും കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗമ്മില്ലെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു സൂചി നൂല് മാത്രം കയ്യിൽ മതി. പിന്നെ നമുക്ക് ജലദോഷമൊക്കെ ആയത് കാരണം എനിക്ക് സൗണ്ട് കുറച്ചൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കണ്ടു, സെയിം കളർ നൂലെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ കൊണ്ടുപോയിട്ട് വൈറ്റ് നൂലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെയിം കളർ നൂലെടുക്കാൻ വേണ്ടി പറയണത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ 5 ഇതൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സൂചി നൂലും എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യം ഒരറ്റത്ത് കുത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരറ്റത്ത് കുത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വൈറ്റ് കളർ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ട് കാണും, നല്ല ഉരുണ്ട ഷേപ്പിലുള്ള ബീഡ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്, യെല്ലോ കളറാണ് എടുത്തത്. ഇത് അത്രയ്ക്ക് മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. യെല്ലോ കളറ് ഉരുണ്ടിട്ടാണ്, കുറച്ചുകൂടി ഉരുണ്ട് നല്ല എന്താ പറയുക, തക്കാളി പോലെയൊക്കെ ഇരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും മുത്തുകൾ. അപ്പോൾ മുത്ത് എടുക്കുന്ന സമയത്ത് നല്ല ഉരുണ്ട മുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ സൂചിയിലേക്ക് നമ്മളൊരു മുത്ത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ അറ്റത്തോടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ മുത്ത് സെൻറ്ററിൽ വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചും കൊടുക്കാം, പക്ഷേ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാടിട്ട് വലിച്ചെടുക്കരുത്, ഫോം ഷീറ്റ് കീറിപ്പോവും. കുറച്ച് മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് വലിക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ മുത്ത് കോർത്ത് എടുക്കുകയാണ് ചെയ്യണത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഒന്നാമത് പൊതുവേ നമുക്ക് ടെൻഷനുള്ള സമയത്ത്, നിറയെ പണികളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് ഏത് മോഡൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് തെറ്റിപ്പോവും, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഇതിലും വെച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഫോം ഷീറ്റിൻ്റെ പേര് നമ്മൾ ക്രോഷറ്റ് ഉണ്ടല്ലോ, നൂലും കൊണ്ട് ഉണ്ടാക്കുന്ന ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ബാഗ്സൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുക. അതൊക്കെ മേക്ക് ചെയ്യണതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ആക്ച്വലി ഞാൻ അത് പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഞാനതിങ്ങനെ വേറെ ചാനലുകൾ കണ്ടിട്ട്, അതായത് ഇംഗ്ലീഷ് ചാനലിലാണ് കൂടുതലായിട്ട് അവർ പറയണത് എനിക്ക് മനസ്സിലാവുന്നത്, അവർ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും മലയാളത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ക്രോഷറ്റിൻ്റെ ആ ഒരു ഹെയർ ആക്സസറീസൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്കത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, അതാണ് ഞാനത് വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണം. വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അത് ചെയ്യാനും കുറച്ച് സമയം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്നാലും നിങ്ങൾ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാമത്തെ ഇതളും നമ്മളിവിടെ മുത്ത് വെച്ചിട്ട് കോർത്തെടുക്കുന്നുണ്ട്. ഈ വലിക്കുന്ന സമയത്തൊക്കെ മെല്ലെ വലിക്കുക, ഇല്ലെങ്കിൽ ഫോം ഷീറ്റ് കീറിപ്പോകുമ്പോൾ നമ്മൾ എൻഡിൽ വന്നിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ ഇത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, മെല്ലെ വലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ 2 അറ്റവും കൂടെ വലിച്ചിട്ട് നന്നായി വലിച്ച്, അതായത് കീറിപ്പോകരുത്, നല്ല സൂക്ഷിച്ച് വലിച്ച് നിങ്ങൾ കെട്ടിക്കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ
വലിച്ച് കെട്ടിക്കൊടുക്കുക. എത്ര ഗ്യാപ്പ് വേണോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. ഒരുപാട് പിടിച്ച് വലിക്കരുത് കേട്ടോ. കണ്ടോ, ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ പിന്നെ അറ്റത്ത് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂവോ കായൊക്കെ വെച്ച് കൊടുക്കുക. ഹെയർ ബാൻഡിലോ ക്ലിപ്പിലോ ഇല്ലെങ്കിൽ ബണ്ണിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടോ, നല്ല ഈസി ആയിട്ട് നല്ല സൂപ്പർ അടിപൊളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ആ മുത്ത് കുറച്ചുകൂടെ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് ബാക്ക് വശമൊക്കെ കവർ ചെയ്തിട്ട് ഒട്ടിക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളോട് ഫെവിക്കോളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗമ്മ് യൂസ് ചെയ്തത്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്തത് എനിക്കിത് മെറ്റൽ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലും ടിക്ടാക്കിൻ്റെ ക്ലിപ്പിലൊന്നും ഇത് ഒട്ടുന്നില്ല. ഇതല്ല, നൂലൊന്നും ഒട്ടുന്നില്ല, പേർന്ന് വരുന്നുണ്ട്. ഇനി ഫോം ഷീറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഗമ്മ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അതായത് ഇതിന് മാച്ചായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടു, സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോണും കൂടെ വെച്ചിട്ടുണ്ട്. വൈറ്റ് മുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ കുഞ്ഞു മോഡൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഞാൻ ചെയ്ത കുറച്ച് ബാഗ്സും ഹെയർ ആക്സസറീസൊക്കെ ബാക്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ കളേഴ്സ് വെച്ച് ചെയ്തു തരണം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമായി. നമുക്ക് വാഷബിളാണ്, വെള്ളം നനഞ്ഞാലും ഒന്നും ആവുമൊന്നുമില്ല. ത്രെഡാണ്, പിന്നെ നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അഴിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതൊക്കെ ചെയ്യണ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.